കോഴിക്കോട് എലത്തൂരിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തി. പ്രതി വൈശാഖിന്റെ മുരിക്കയിലെ സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു 26-കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 26-കാരി അതിക്രൂരവും പൈശാചികവുമായി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായിട്ടുള്ള വൈശാഖന്റെ സ്ഥാപനത്തിൽ ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയത്. കോഴിക്കോട് മാളിക്കടവിനടുത്ത മോരിക്കലയിലെ ഐഡിയൽ ഇൻഡസ്ട്രീസിലാണ് പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ഈ യുവതി വൈശാഖന്റെ സ്ഥാപനത്തിന്റെ തൊട്ടപ്പുറത്തായി നടത്തിയിരുന്ന ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ബ്യൂട്ടി പാർലർ ഷോപ്പിലും ഈ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഫോറൻസിക്കിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധന. ഈ ഒരു മുറിയിൽ വെച്ചാണ് ഈ യുവതിയെ 26-കാരിയെ വൈശാഖൻ ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. പിന്നീട് ജ്യൂസിൽ ഗുളിക കലർത്തി പിന്നീട് അർദ്ധബോധാവസ്ഥയിലാക്കിയ ശേഷം 2 തൂക്കുകയറുകൾ കെട്ടിത്തൂക്കുകയും അതിൽ ഒരു തൂക്കുകയറിൽ ആദ്യം ജീവനൊടുക്കാൻ വിസമ്മതിച്ച ഈ യുവതിയെ വൈശാഖൻ നിർബന്ധിച്ച് ഒപ്പം തന്നെ മർദ്ദിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് ഈ യുവതിയെ സ്റ്റൂളിന് പുറത്ത് കയറ്റുകയും യുവതിയുടെ കഴുത്തിൽ കുരുക്കിടുകയും ആ കുരുക്കിട്ടതിന് ശേഷം സ്റ്റൂൾ തട്ടി മാറ്റി ഈ യുവതിയെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ യുവതി ജീവന് വേണ്ടി പിടയുന്ന സമയത്തും യുവതി മരിച്ചതിന് ശേഷവും അതിക്രൂരമായി വൈശാഖൻ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തതായും പ്രതി പോലീസിനോട് ചോദ്യം ചെയ്യൽ സമ്മതിച്ചിരുന്നു. അത്തരം സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഈ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ വൈശാഖന്റെ ഈ സ്ഥാപനത്തിൽ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മോരിക്കരയിലെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മുറിയിൽ അവിടെ കെട്ടിത്തൂക്കിയ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതേ മുറിയിലുള്ള ആ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ആ CCTV ദൃശ്യങ്ങളുടെ DVR എല്ലാം തന്നെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. അതിലെ ദൃശ്യങ്ങളെല്ലാം അതിക്രൂരമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങേയറ്റം മനുഷ്യ മനസാക്ഷിയുടെ ഒരുപക്ഷെ ഹൃദയത്തെ പോലും നോവിക്കുന്ന തരത്തിലുള്ള വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്, അതിക്രൂരമായ ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കെട്ട് അഴിച്ചു മാറ്റി നിലത്തിറക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്യാനായി ഒരു ഷീറ്റ് വിരിച്ച് അവിടെ കിടത്തി ബലാത്സംഗം ചെയ്തു എന്നൊരു വിലയിരുത്തലും പോലീസിനുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ തെളിവെടുപ്പിനിടെ പോലീസിന്, അതായത് ഈ ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്കിടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായൊരു തെളിവെടുപ്പ് അനിവാര്യമാണ്. അതിനുവേണ്ടി വൈശാഖനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് ഇത് സംബന്ധിച്ച 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വൈശാഖൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ പെൺകുട്ടിയുടെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വൈശാഖൻ എന്ന് പറയുന്നത് പൊതുവെ ആരോടും അധികം മിണ്ടാതെ സൗമ്യനായി നടക്കുന്ന ഒരാളായിട്ടാണ് നാട്ടുകാർ കണ്ടിരുന്നത്. ഈ വൈശാഖന് ഇത്തരമൊരു ക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകം തനിക്ക് ഏറെ പരിചിതയായ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിന്ന് യുവതിയുടെ കാര്യത്തിൽ നടത്തിയെന്നുള്ളതും 16 വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു വന്നിരുന്നു എന്നുള്ളതുമുള്ള ഞെട്ടലുളവാക്കുന്ന വിവരം കേട്ടതിൻ്റെ ഒരു ഞെട്ടലിലാണ് നാട്ടുകാരുമുള്ളത്. പരിസരവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അത്തരത്തിലാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വൈശാഖനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പോലീസ് സമർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വൈശാഖന്റെ സ്ഥാപനത്തിലും യുവതി നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലുമെല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഫോറൻസിക്കും പരിശോധന നടത്തിയിരിക്കുന്നു. കോഴിക്കോട് എലത്തൂരിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തിയിരിക്കുകയാണ്. പ്രതി വൈശാഖന്റെ മൂരിക്കരയിലെ സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.